ഈ IFFK പോലൊരു വലിയൊരു പരിപാടി ഇവിടെ നടക്കുമ്പം അപ്പം ബ്രോ ഇവിടുത്തുകാരനായതുകൊണ്ട് തന്നെ ബ്രോയ്ക്ക് അതിന് IFFK നടക്കുമ്പോഴുള്ളൊരു ക്രൗഡും അതില്ലാത്തപ്പോൾ ഉള്ളൊരു ചേഞ്ച് ഒരു വ്യത്യാസം മനസ്സിലാവുമായിരിക്കുമല്ലോ. അത് അതിനെപ്പറ്റി ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നു IFFKയിൽ വരുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും സിനിമ ഇഷ്ടപ്പെട്ടതും ആ ഒരു ഐഡിയോളജിയൊക്കെ ഒരു പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ എനിക്ക് കണ്ടിട്ടുള്ളതില്ല. കാരണം അവരുടെ വേഷം ആയാൽ പോലും ഡ്രസ്സിങ് ആയാലും ആൾക്കാരായാലും കുറച്ചുകൂടെ ചിന്തിക്കുന്നവരാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി അതർവൈസ് ബാക്കിയുള്ള പ്രോഗ്രാമിലുള്ള എല്ലാവരും വരും. പിന്നെ ഇതിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഉൾനാട്ടിൽ നിന്നുള്ളവരൊന്നും അങ്ങനെ അധികം പങ്കെടുക്കാറില്ല. കൂടുതൽ ബേസിക്കായിട്ടുള്ളവർ ഇതുമായിട്ട് നിൽക്കുന്നവർ, ഫിലിം ഫീൽഡിൽ നിൽക്കുന്നവർ, പിന്നെ പഠിക്കുന്ന പിള്ളേർ, ഈ ഒരു സബ്ജക്റ്റായിട്ട് നിൽക്കുന്നവരൊക്കെ കാണാൻ കുറച്ച് ആഗ്രഹം. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ളവരോ അങ്ങനത്തെ ഒരു ആൾക്കാരെ പൊതുവെ കുറവാണ്. പക്ഷെ അല്ലാത്ത പരിപാടിക്കൊക്കെ നമുക്ക് അവരെല്ലാവരും കാണാൻ പറ്റും. നോർമലി ആ ഒരു വ്യത്യാസമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ടുള്ള ആൾക്കാർ IFFKയിൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബ്രോ സിനിമയൊക്കെ കാണാറുണ്ടോ? ആ സിനിമ കാണാറുണ്ട്. IFFKയിൽ കണ്ടോ വല്ലതും? IFFKനെ കുറച്ച് പടം കണ്ടത്തുള്ളൂ. കണ്ടതിലൊരു നല്ല സിനിമയും മോശം സിനിമയും പറയാമോ? അങ്ങനെ എനിക്ക് മോശം അഭിപ്രായം വന്നിട്ടൊന്നുമില്ല. എല്ലാം എടുത്തിരിക്കുന്നത് ആ ഒരു എഫർട്ട് ഉണ്ടല്ലോ. അതുകൊണ്ടൊരിക്കലും എനിക്ക് ഞാൻ കാണുന്നത് അവർ എങ്ങനെ ചെയ്യുന്നു, എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ ഞാൻ ഒന്നല്ല. എന്നാലും ഇഷ്ടമാണ് എല്ലാ സൈഡും ഞാൻ നോക്കണ്ട എന്തുകൊണ്ട് എടുത്ത് എന്നുള്ള സാധനം. ഫിലിമേൽ ഇന്നലത്തെ പടം പോലും എന്തൊക്കെ നെഗറ്റീവ് ഉണ്ട്. പക്ഷേ അതിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ആസ്വദിക്കാൻ പറ്റിയെന്നുള്ള കാര്യമാണ്. രസമായിരുന്നു. എല്ലാം കണ്ടതെല്ലാം രസമാണ്. അത് അതിൻ്റെ രീതിയിൽ സെൻസിൽ എടുക്കണം എന്നുള്ള സാധനമാണ്. ചിലർക്ക് ചിലപ്പം പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. സബ്ജക്റ്റ് കാര്യങ്ങൾ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പം ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ ഒന്നുകൂടെ കണ്ടാലായിരിക്കും ചിലപ്പോൾ മേ ബി. ചില പടങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ചിലതൊക്കെ ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ. നമുക്ക് എങ്ങനെ വേണം വായിച്ചെടുക്കാം.